ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ദശകം 71. കേശിവധം വ്യോമാസുരവധം. യത്നേഷു സർവേഷ്വപി നാപകേശി കേശി സഭോജേഷി ദുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. ഗന്ധർവതാമേഷ ഗതോഭിരൂക്ഷേർനാദൈ സമുദ്വേജിത സർവലോക ഭവദ്ഭിലോകാവധി കോപവാടിം പ്രമർദ്യ പാപഃ പുനരാപതത്വാം. താർക്ഷ്യാർപ്പിതാം ഗ്രസ്തവ താർക്ഷ്യ ഏഷാ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോഃ പദാഘാത കഥാം നിശമ്യ സ്വേനാഭിശക്യം തദിതീവ മോഹാത്. പ്രപഞ്ചയന്നസ്യ ഗുരാഞ്ജലം ദ്രാഗ് അമും ച കിക്ഷേപിത ദൂരദൂരം സമൂർച്ഛിതോ ബിഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാഘാതിതുമാദ്രുതസ്ത്വാം. ത്വം വാഹദണ്ഡേ കൃതതീശ്ച വാഹാദണ്ഡം ന്യതാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു സപ്തേ ഭവന്നപ്യയമൈക്യമാഗാത്. ആലംബമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാത് സ്ത്വാം തുഷ്ടുവോ കേശവനാമധേയം. കംസായ തേ ശൗരീ സുദത്വമുക്ത തം തദ്വദോക്തം പ്രതിരുധ്യ വാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. കദാപി കോപൈഃ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജഃ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാ പിദതേ ശിലാഭി ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോ ബോധ്. ഏവം വിധൈശ്ചാദ്ഭുതകേളിവേദൈർ ആനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്നസീമാം പരാത്മരൂപിൻ പവനേശപായ. ഏവം വിധൈശ്ചാദ്ഭുതകേളിവേദൈർ ആനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്നസീമാം പരാത്മരൂപിൻ പവനേശപായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭിഘ്നശ യാസാം ഹരിഹതോദ്ഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയന്മേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ
ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 71. കേശീവധവും വ്യോമാസുരവധവും. യത്നേഷു സർവേഷു വിനാവകേശീ കേശീ സഭോജേഷി ദുരിഷ്ടബന്ധോ ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാചിരൂപാം. യാതൊരു പ്രവൃത്തി ചെയ്യുന്നുവോ അതിലൊക്കെ ഫലസിദ്ധിയോടുകൂടിയവനായി കംസന്റെ പരമമിത്രമായിരിക്കുന്ന കേശി എന്ന പേരോടുകൂടിയ അസുരൻ അങ്ങ് സിന്ധുജാവാപ്യൻ, സിന്ധുവിൽ നിന്ന് ജനിച്ച ലക്ഷ്മി ഭഗവതിയാൽ പ്രാപിക്കപ്പെട്ടവൻ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം സിന്ധുദേശത്തിൽ ജനിച്ച ഒരു കുതിരയുടെ ആകൃതി പൂണ്ട് അങ്ങയുടെ സമീപം വന്നു ചേർന്നത്. സിന്ധുജയാൽ അവാപ്യനായ ഭഗവാൻ സിന്ധുജത്താലും അവാപ്യനായി ഭവിക്കും എന്ന് കേശി വിശ്വസിച്ചു. അതുകൊണ്ടാണ് സിന്ധു എന്നു പേരുള്ള ദേശത്ത് ജനിച്ച ഒരു കുതിരയുടെ രൂപമെടുത്ത് സിന്ധുജമായത്. ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യവ പാപ പുനരാപതത്വാം. കേശി ഗന്ധർവനായി തീർന്നിട്ടും അവന്റെ കർണകഠോരമായ ശബ്ദം കൊണ്ട് എല്ലാ ജനങ്ങളെയും പേടിപ്പിച്ചു. അങ്ങയെ കണ്ടെത്തുന്നതുവരെ ഗോകുലത്തെ നശിപ്പിച്ച് അനന്തരം അങ്ങയുടെ നേരെ ചാടി വീണു. ഗന്ധർവന്മാർ സുന്ദരമായ മൃദുശബ്ദത്തിന്റെ ഉടമകളായ ദേവഗായകന്മാരാണ്. അവരുടെ ശബ്ദം എല്ലാവരെയും ആനന്ദിപ്പിക്കുകയേയുള്ളൂ. ഇവിടെ കേശിയും ഗന്ധർവൻ തന്നെ, പക്ഷേ അവന്റെ ശബ്ദം കർണകഠോരവും എല്ലാവരെയും ഭയപ്പെടുത്തുന്നതുമാണ്. കേശിയുടെ പക്ഷത്തിൽ ഗന്ധർവ ശബ്ദത്തിന് കുതിര എന്നാണ് അർത്ഥം. താക്ഷാപിതാം ഘ്രേ തവ താക്ഷ ഏവ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോ പദാഘാത കഥാം നിശമ്യ സ്വേനാഭിശക്യം തദിതീവ മോഹാത്. പണ്ട് ത്രിമൂർത്തികളിൽ ആർക്കാണ് ക്ഷമ കൂടുതൽ എന്ന് പരീക്ഷിക്കാനായി ഭൃഗുമഹർഷി വൈകുണ്ഠത്തിലെത്തി. ആദിശേഷനിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ തിരുമാറിടത്തിൽ ചവിട്ടി എന്നുള്ള കഥ കേട്ടിട്ട് തനിക്കും അപ്രകാരം ചെയ്യാൻ സാധിക്കുമെന്നുള്ള അന്ധത കാരണമായിരിക്കാം അങ്ങയുടെ വക്ഷപ്രദേശത്ത് ചവിട്ടിയത്. താക്ഷ്യന്റെ, അതായത് ഗരുഡന്റെ മേൽ അങ്ങ് കാൽ വെക്കാറുള്ളതിനു പകരമായി ഈ താക്ഷ്യൻ, അതായത് കുതിര, അങ്ങയുടെ മേൽ കാൽ വെച്ചു. ഭൃഗുമഹർഷി മഹാഭക്തനാണ്. അതുകൊണ്ട് ആ ഭക്തൻ ചവിട്ടിയ അടയാളം പോലും ഭക്തവത്സലനായ ഭഗവാന് ഒരു ഐശ്വര്യപൂർണമായ മറുക്, അതായത് ശ്രീവത്സമായി തീരുക ആണ് ഉണ്ടായത്. ഗരുഡനും ഭഗവത് ഭക്തനാണ് തന്നെ വാഹനമായി സ്വീകരിക്കണമെന്ന് ആ ഭക്തൻ വരം അപേക്ഷിച്ചതനുസരിച്ചാണ് താക്ഷനെ വിഷ്ണു വാഹനമാക്കിയത്. പ്രവഞ്ചയന്നസ്യ ഘുരാഞ്ജലം ദ്രാഗമും ചിക്ഷേപിത ദൂരദൂരം സമ്മൂർച്ഛിതോപി ഹ്യതി മൂർച്ഛിതേന ക്രോധോത്മണാഘാതിതുമാദ്രുതസ്ത്വാം. കേശിയുടെ കുളമ്പുകൊണ്ടുള്ള ചവിട്ടേൽക്കാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. അവിടെ അവന്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് ദൂരത്തേക്ക് വേഗം വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ ബോധമറ്റ് അവൻ വീണു. എങ്കിലും എഴുന്നേറ്റ് പൂർവാധികം വർദ്ധിച്ച കോപതാപത്തോടെ അങ്ങയെ കടിച്ചു കീറുവാനായി വന്നു. ത്വാം വാഹദണ്ഡേ കൃതധീശ്ച വാഹാദണ്ഡം ന്യഥാ തസ്യ മുഖേ തദാനീം
തദ്വൃദ്ധിരുദ്ധശ്വസനോഗതാസു സപ്തീഭവന്നപ്യയമൈക്യമാഗാത്. അങ്ങ് കുതിരയെ കൊല്ലുക എന്ന പ്രവൃത്തിയിൽ തീരുമാനിച്ചുറച്ച മനസ്സോടെ അങ്ങയെ കടിക്കുവാനായി വന്ന അവൻ്റെ വായിൽ ബാഹുദണ്ഡത്തെ പ്രവേശിപ്പിച്ചു. അതായത് ആ വലിയ ഭഗവാന്റെ കയ്യെ പ്രവേശിപ്പിച്ച് ആ കൈ വളർന്ന് വളർന്ന് ശ്വാസം തടസ്സം ഉണ്ടായി കേശി മരിച്ചു വീണു. വാഹദണ്ഡത്തിൽ, അതായത് കുതിരയെ കൊല്ലുന്നതിൽ കൃതധിയായിരുന്നു എങ്കിലും വാഹാദണ്ഡത്തെ, അതായത് വാഹത്തിന്റെ, അതായത് കുതിരയുടെ അദണ്ഡ വധിക്കാതിരിക്കൽ നിധാനം ചെയ്തു എന്ന് അർത്ഥമെടുക്കാതെ വാഹാദണ്ഡം എന്ന പദത്തിന് ബാഹുദണ്ഡമെന്ന് അർത്ഥകൽപ്പന ചെയ്യേണ്ടതാണ്. അതുപോലെ സപ്തീഭവൻ, ഏഴായി വന്നവൻ, ഐക്യം പ്രാപിച്ചു, അതായത് ഒന്നായി തീർന്നു എന്നതിന് സപ്തി കുതിരയായി വന്നവൻ പരമാത്മാവുമായി സായുജ്യം അല്ലെങ്കിൽ ഐക്യം പ്രാപിച്ചു എന്ന അർത്ഥം കൽപ്പിക്കണം. ആലംബമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാ ത്വാം തുഷ്ടുവു കേശവനാമധേയം. അശ്വത്തെ വധിക്കുക മാത്രം ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിച്ച പുതിയ തരം അശ്വമേധയാഗം അങ്ങ് ചെയ്തപ്പോൾ സന്തുഷ്ടരായ ദേവന്മാരാകട്ടെ കേശിയെ വധിച്ചതുകൊണ്ട് കേശവനായിത്തീർന്ന അങ്ങയെ സ്തുതിച്ചു. അശ്വമേധയാഗത്തിൽ യാഗാശ്വത്തെ വധിച്ചാൽ മാത്രം പോരാ, വിധിപ്രകാരം വളരെ വളരെ ക്രിയകൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ദേവപ്രീതിക്കായി ചെയ്യുന്ന ആ യാഗത്തിന് ഫലപ്രാപ്തി സിദ്ധിക്കൂ. ഇവിടെ വെറുമൊരു അശ്വത്തെ കൊന്നതുകൊണ്ട് മാത്രം ദേവന്മാർ പ്രീതരായി ഭവിച്ചിരിക്കുന്നു. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോക്തം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശീക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭീഷ്ടുതോ ഭൂ. കംസന്റെ അടുക്കൽ ചെന്നിട്ട് നിന്തിരുവടി വസുദേവപുത്രനാണെന്ന് പറയുകയും അതു കേട്ട് ക്രുദ്ധനായി വസുദേവരെ വധിക്കാൻ പുറപ്പെട്ട കംസനെ ആ വധത്തിന്റെ അർത്ഥമില്ലായ്മ പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ട് കേശീവധം കഴിഞ്ഞപ്പോഴേക്കും ഗോകുലത്തിൽ വന്നു ചേർന്ന നാരദ മഹർഷി അങ്ങയെ വന്ദിച്ചു സ്തുതിച്ചു. കദാപി ഗോപൈഃ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി. ഒരിക്കൽ അങ്ങ് ഗോപകുമാരന്മാരോടുകൂടി വനത്തിൽ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മായാപ്രയോഗ വിദഗ്ധനും മയന്റെ പുത്രനുമായ വ്യോമാസുരൻ അവിടെ വന്നു ചേർന്നു. കള്ളൻ ആടുമാടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഒളിപ്പിക്കുക, കാവൽക്കാർ അവയെ കണ്ടുപിടിക്കുക എന്ന രീതിയിൽ കള്ളന്റെയും ആടുമാടുകളുടെയും കാവൽക്കാരുടെയും ഭാവത്തിൽ കുട്ടികൾ തന്നെ കളിക്കുന്നതാണ് ഈ ഒളിച്ചുകളി. സചോരപാലായുധവല്ലവേഷു ചോരായുധോ ഗോപശിശൂൻ പശുംശ്ച ഗുഹാസു കൃത്വാ വിദധേ ശിലാഭിത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്. ഗോപകുമാരവേഷത്തിൽ
വന്ന വ്യോമൻ കള്ളനായി അഭിനയിച്ച് ഗോപന്മാരെയും പശുക്കളെയും മോഷ്ടിച്ചു കൊണ്ടുപോയി പർവ്വതങ്ങളുടെ ഗുഹകളിലിട്ട് വലിയ പാറക്കല്ലുകൾ കൊണ്ട് ആ ഗുഹാമുഖങ്ങൾ അടച്ചു. ഈ വൃത്താന്തമറിഞ്ഞ് അങ്ങ് അവനെ വധിക്കുകയും ചെയ്തു. ഏവം വിധൈശ്ചാത്ഭുതകേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാംബ്രജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരാത്മരൂപിൻ പവനേശപായാം. ഇപ്രകാരമുള്ള നവങ്ങളായ അത്ഭുത കേളികളാൽ ആ ഗോകുലവാസികളെയെല്ലാം ഇന്നതിന് തുല്യമെന്നു പറയാനാവാത്ത അതിരറ്റ ആനന്ദാതിശയം അനുഭവിപ്പിച്ച അല്ലയോ പരമാത്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ കാത്തരുളേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ ഭട്ടതിരി ഈ ദശകം സമർപ്പിക്കുന്നത്. എൻ്റെ ഈ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.